ഇന്ത്യയിലേക്ക് കുടിയേറി വന്നിട്ടുള്ള ആര്യന്മാരുടെ വളരെ പ്രധാനപ്പെട്ടുള്ള 3 സംസ്കാരങ്ങളാണ് യംനായ സംസ്കാരവും, സിദ്ധാർത്ഥ സംസ്കാരവും, ആൻഡ്രോനോവ സംസ്കാരവും. അപ്പോൾ ഇതിലെ സിദ്ധാർത്ഥ സംസ്കാരത്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോണത്. ബാക്ക് അഗെയിൻ ഇൻ മിത്ത് വേഴ്സസ് ഫാക്ട്. ഈ ഒരു സിദ്ധാർത്ഥ സംസ്കാരം എന്ന് പറയുന്നത് ഒരു BC 2100 1800 കാലഘട്ടങ്ങളിൽ റഷ്യ, കസാക്കിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള പുൽമേടുകളിൽ, സ്റ്റെപ്പി പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സംസ്കാരമാണ്. അപ്പോൾ ഈ ഒരു സിദ്ധാർത്ഥ സംസ്കാരം രൂപപ്പെടുന്നത് പോൾത്താവക്ക സംസ്കാരവും അഭാഷേവ സംസ്കാരം എന്നിട്ടുള്ള 2 സംസ്കാരങ്ങൾ കൂടിച്ചേർന്നുണ്ടായിരുന്നു. പോൾത്താവക്ക സംസ്കാരം എന്ന് പറയുന്നത് വെങ്കലങ്ങൾക്കൊക്കെ വളരെ പ്രാധാന്യമുള്ളതും അതുകൊണ്ട് വസ്തുക്കളും ആഭരണങ്ങളും പാത്രങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന സംസ്കാരവും, അഭാഷേവ സംസ്കാരം എന്ന് പറയുന്നത് ചെമ്പ് കൊണ്ട് ആഭരണങ്ങളും പാത്രങ്ങളും മറ്റു കരകൗശല വസ്തുക്കളും ഒക്കെ ഉണ്ടാക്കിയിരുന്നവരായിരുന്നു. അപ്പോൾ ഈ 2 വിഭാഗങ്ങളും കൂടിച്ചേർന്നുകൊണ്ട് ഉണ്ടായിട്ടുള്ള സംസ്കാരമായതുകൊണ്ട് ഈ ഒരു സിദ്ധാർത്ഥ സംസ്കാരം ഈ വെങ്കലത്തിലും ചെമ്പിലും ഒരേപോലെ തന്നെ പ്രാവീണ്യം ഉള്ളവരായിരുന്നു. ഈ സിദ്ധാർത്ഥ സംസ്കാരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരാണ് ഇന്നത്തെ ഇൻഡോ ഇറാനിയൻസിൻ്റെ ഒക്കെ പൂർവികർ. ഇൻഡോ ഇറാനിയൻ ഭാഷകളുടെ ഒക്കെ പൂർവികർ. ഈ സോറാസ്ട്രിയാനിസം, വേദിക് കൾച്ചർ, ഇതിൻ്റെ ഒക്കെ പൂർവികർ ഈ ഒരു സിദ്ധാർത്ഥ സംസ്കാരമാണ്. ആദ്യമായിട്ട് രഥങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ഒരു സിദ്ധാർത്ഥ ജനങ്ങളാണ്. ഇന്ന് ഈ കാണുന്ന ഈ കുതിരകളെല്ലാം തന്നെ ഈ ഒരു സിദ്ധാർത്ഥ ജനവിഭാഗങ്ങൾ മെരുക്കി വളർത്തിയിരുന്നവരായിരുന്നു. സിദ്ധാർത്ഥ ജനവിഭാഗങ്ങൾ ആദ്യമായിട്ട് രഥങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ. ഈ ഒരു മറ്റുള്ള ചക്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ സിദ്ധാർത്ഥ ജനവിഭാഗത്തിൻ്റെ ചക്രങ്ങൾക്ക് മറ്റു പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. മറ്റുള്ള പൂർണ്ണമായിട്ടുള്ള ചക്രങ്ങളായിരുന്നുണ്ടെങ്കിൽ ഈ സിദ്ധാർത്ഥ ജനവിഭാഗങ്ങളാണ് ആദ്യമായിട്ട് ആരക്കാലുകൾ ഉപയോഗിച്ചുകൊണ്ട് ചക്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതുകൊണ്ട് ചക്രങ്ങൾ കൂടുതൽ വെയിറ്റ് കുറയുകയും കൂടുതൽ ദൂരം സഞ്ചരിപ്പിക്കാൻ സാധിക്കുകയും ചെയ്തു. ഭാരം കുറഞ്ഞതുകൊണ്ട് കുതിരകൾക്കൊക്കെ ഈ ഒരു ചക്രത്തെ കൂടുതൽ വേഗത്തിൽ വലിപ്പിക്കാനും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാനും ഒക്കെ സാധിച്ചു. അപ്പോൾ ഇതുവരെ കുടിയേറ്റത്തിനും യുദ്ധത്തിനും ആക്രമണങ്ങൾക്കൊക്കെ ഭയങ്കര മുൻതൂക്കം നൽകി. ഈ കുതിരകൾക്കും രഥങ്ങൾക്കും ഈ ഒരു സിദ്ധാർത്ഥ ജനവിഭാഗം വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. കാരണം ഇവർ മരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഡെഡ് ബോഡിക്ക് അടുത്ത് ഈ ഒരു കുതിരകളെയും രഥങ്ങളെയും ഒക്കെ അടക്കം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവരുടെ ശവസംസ്കാര രീതികളൊക്കെ മുമ്പുണ്ടായിരുന്ന യംനായ കോഡഡ് വെയർ കൾച്ചർ പോലെ തന്നെ കൂർഗാനും ഒക്കെ ആയിട്ട് തന്നെയാണ് അടക്കം ചെയ്തിരുന്നത്. ഈ സിദ്ധാർത്ഥ സംസ്കാരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യമാണ് ആർക്കൈം എന്ന് പറയുന്ന കോട്ടകൾ. ഈ ഒരു കോട്ടകൾ മറ്റുള്ളവരിൽ നിന്ന് ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാനും ഒരു ജ്യോതിശാസ്ത്ര കേന്ദ്രമായും വീടുകളായും ഒക്കെ ഇതിന് ഉപയോഗിച്ചിരുന്നു. ഈ കോട്ടകൾ 2 പോർഷനായിട്ടുള്ള വൃത്തത്തിലുള്ള മതിലുകളാൽ പണിതിട്ടുള്ള കോട്ടകളാണ്. അപ്പോൾ ഈ കോട്ടകൾക്ക് 2 മീറ്റർ താഴ്ചയിൽ കിടങ്ങുകളുണ്ട്, 5 മീറ്റർ വീതിയിലുള്ള മതിലുകളുണ്ട്. ഈ മതിലുകൾക്കുള്ളിൽ വൃത്താകൃതിയിൽ തന്നെ വീടുകളും വീടുകളിൽ ശൗചാലയങ്ങളും അടുപ്പുകളും ജലസേചന സംവിധാനങ്ങളും വേസ്റ്റ് പോകാനുള്ള കനാലുകളും അങ്ങനെ കുറേ ഭയങ്കര ഒരു സെറ്റപ്പിലായിരുന്നു ഇവരുടെ ഈ ഒരു ആർക്കൈം പണിതുണ്ടായിരുന്നത്. ഇതിൻ്റെ സെൻട്രൽ പോർഷനിൽ, ആർക്കൈമിൻ്റെ സെൻട്രൽ പോർഷനിൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഏരിയയും അവിടെ ഈ ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ഉപയോഗിച്ചിരുന്നു ഇവർ. അപ്പോൾ ഈ പ്രധാനമായിട്ടും ഈ ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആർക്കൈം ഉണ്ടാക്കിയിരുന്നതും. അതുപോലെ ആയുധങ്ങൾ നിർമ്മാണങ്ങൾ, ഈ ആർക്കൈമിൻ്റെ ഉള്ളത്തെ വീടുകളിലുള്ളിൽ ധാരാളം ആയുധങ്ങൾ, ചെമ്പുകൾ കൊണ്ടും വെങ്കലങ്ങൾ കൊണ്ടും ധാരാളം ആയുധങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നു. ആയുധങ്ങൾ മാത്രമല്ല, മറ്റ് കരകൗശല വസ്തുക്കൾ, പോട്ടറീസ് ഒക്കെ ഇവർ ഇതിൽ നിന്നുണ്ടാക്കിയിരുന്നു. അതുകൂടാതെ ഏതാണ്ട് ഒരു 60ഓളം വീടുകൾ ഈ ഒരു ആർക്കൈമിൽ ഉണ്ടായിരുന്നു. ഈ ഒരു ഏതാണ്ട് ഒരു 160 മീറ്റർ വ്യാസമൊക്കെ ഈ ആർക്കൈമിന് ഉണ്ടായിരുന്നു. ഈ നമ്മുടെ ഈ വേദങ്ങൾ സോറാസ്ട്രിയനിസം വെച്ച് നോക്കുമ്പോൾ ഈ ആർക്കൈമിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് നമുക്ക് കാണാൻ സാധിക്കും.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആർക്കെയിമിൻ്റെ സെൻട്രൽ നിന്ന് 4 സൈഡിലേക്ക് ആണ് പുറത്തേക്കുള്ള വഴികൾ വരുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു സ്വസ്തി ചിഹ്നത്തിൻ്റെ ഒക്കെ ഫസ്റ്റ് പോർഷൻ ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് ഈ ഒരു സ്വസ്തി ചിഹ്നം ഉത്ഭവിച്ച് പിന്നെ അവർ മറ്റുള്ള ഇടങ്ങളിലേക്കൊക്കെ കുടിയേറുമ്പോൾ ഈ ഒരു ചിഹ്നവും ഇവർ ഉപയോഗിക്കുകയാണ് ഉണ്ടായത്. വളരെ ചെറിയ രീതിയിൽ ഓരോ സ്ഥാനങ്ങളായിട്ടും ഒക്കെ ഇവർ ഉപയോഗിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു സ്വസ്തി ചിഹ്നം എന്ന് പറയുന്നത് ഹിന്ദുയിസത്തിൽ പറയുന്നത് 4 ധർമ്മങ്ങളെ കുറിച്ചിട്ടാണ്. പിന്നെ സൂര്യനെയും വിഷ്ണുവിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നു. സൂര്യൻ്റെ അയനത്തെക്കുറിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു. വേദങ്ങളിലൊക്കെ പ്രധാനമായിട്ടും സൂര്യൻ്റെ അയനം, സൂര്യൻ്റെ സഞ്ചാരത്തെക്കുറിച്ചിട്ടാണ് ഈ ഒരു സ്വസ്തി റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതേ ഒരു സംഭവം തന്നെയാണ് സോറോസ്ട്രിയൻസിലും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒക്കെ ഒറിജിൻ എന്ന് പറയുന്നത് ഈ ഒരു ആർക്കെയിമിൽ നിന്നാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. സോറോസ്ട്രിയൻ മതത്തിൽ വര എന്ന് പറയുന്ന ഒരു കോട്ടയുണ്ട്. സമൂഹത്തിലെ തിന്മകളിൽ നിന്നൊക്കെ അവരെ രക്ഷിക്കുന്ന ഒരു കോട്ടയായിട്ടാണ് അവരത് വിശ്വസിക്കുന്നത്. ആ ഒരു കോട്ടയുടെ സ്ട്രക്ചറും ഈ ഒരു ആർക്കെയിമിൻ്റെ സ്ട്രക്ചറും ഗ്രേറ്റർ സിമിലാരിറ്റികളാണുള്ളത്. ഇത് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നതിലും തെറ്റില്ല. കാരണം സോറോസ്ട്രിയാനുകാരും അതുപോലെ ഈ ആർക്കെയിമിൻ്റെ ചുറ്റുള്ള പ്രദേശക്കാരും ഇതിനൊരു സ്പിരിച്വൽ പ്ലേസ് ആയിട്ടും ഈ ഒരു ആർക്കെയിമിൻ്റെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് സ്പിരിച്വൽ കാര്യങ്ങൾ, അത് ആത്മീയത പോലുള്ള കാര്യങ്ങളൊക്കെ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്മുടെ വേദിക് ഹിന്ദുയിസത്തിൽ, വേദിക് കൾച്ചറിലും സോറോസ്ട്രിയൻസിലും ഈ ഒരു ആർക്കെയിമിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ആർക്കെയിം ഇന്നും ഒരു സ്പിരിച്വൽ പ്ലേസ് ആണ്. അതുപോലെ ഈ ഒരു ആർക്കെയിമിനെ റഷ്യയുടെ സ്റ്റോൺ ഹെഞ്ചസ് എന്ന് വിളിക്കും. ദൈവാരാധനകൾ വെച്ച് നോക്കുമ്പോൾ മറ്റ് യംനായ, കോഡഡ് വെയർ കൾച്ചർ വെച്ച് നോക്കുമ്പോൾ സിദ്ധാർത്ഥ സംസ്കാരത്തിൽ ദൈവവിശ്വാസത്തിനൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പണ്ടത്തെ പോലെ പ്രകൃതി ശക്തികൾ തന്നെയാണ് ഇവർ ആരാധിച്ചിരുന്നത്. അഗ്നി, ഇന്ദ്രൻ, വായു, വരുണൻ തുടങ്ങിയിട്ടുള്ള ദൈവസങ്കല്പങ്ങളെ തന്നെയാണ് ഇവർ ആരാധിച്ചുകൊണ്ടിരുന്നത്. ഈ ഹിന്ദുമതത്തിലെ കൽക്കി എന്ന് പറയുന്ന അവസാനം വരുന്ന ദേവൻ, ഈ കൽക്കി എന്ന് പറയുന്നത് വാള് പിടിച്ചിട്ട് കുതിരപ്പുറത്ത് കയറി വരുന്ന ഒരു യോദ്ധാവായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അത് ഈ ഒരു സിദ്ധാർത്ഥയിലെ പണ്ടത്തെ യോദ്ധാക്കളുമായിട്ട് വളരെയധികം സിമിലാരിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഈ മഹാഭാരത കഥകൾ ഒരു പക്ഷേ ഈ ഒരു സിദ്ധാർത്ഥ സംസ്കാരത്തിലുള്ള പണ്ട് കാലത്തെ യോദ്ധാക്കളുടെയൊക്കെ ഒരു കൾച്ചറും ഇന്നത്തെ മഹാഭാരതത്തിലെ ജയം, ഭാരതം തുടങ്ങിയിട്ടുള്ള നേറ്റീവ് ബിലീഫ്സും കൂടിയിട്ടൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പതിപ്പാണ് എന്ന്, അല്ലെങ്കിൽ ഒരു ഇതിഹാസമാണ് എന്ന് ചരിത്രകാരന്മാർ അധികം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ഒരു സിദ്ധാർത്ഥ സംസ്കാരം രൂപപ്പെടുന്നതും തുടർന്ന് ഇൻഡോ ഇറാനിയൻ ഭാഗങ്ങളിലേക്ക് കുടിയേറുന്നതും. ഇതിലെ ഇറാനിലേക്ക് പോയവർ സൊറാസ്ട്രിയനിസവും ഇറാനിലെ മറ്റു കൾച്ചറും ഉണ്ടാക്കിയപ്പോൾ ഇതിൽ ഇന്ത്യയിലേക്ക് കുടിയേറി വന്നവർ വേദിക് കൾച്ചറും ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ് ഉണ്ടായത്. അപ്പോൾ ഇതാണ് സിദ്ധാർത്ഥ എന്ന് പറയുന്ന ആര്യന്മാരുടെ വളരെ പ്രബലമായിട്ടുള്ള ഒരു കൾച്ചർ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.